കഫർനാമാണ് നമ്മുടെ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട നഗരമായത്. പഠിപ്പിക്കുവാനുണ്ടായ എല്ലാ നല്ല കാര്യങ്ങളിലും വെച്ച് തൻ്റെ ശരീരവും രക്തവും ലോകത്തിന് സമ്മാനിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് തൻ്റെ ഹൃദയത്തിന് ഏറ്റവും പ്രിയങ്കരമായിരുന്നത്. കഫർനാമിലുള്ള തൻ്റെ ശിഷ്യന്മാരോടും അനുയായികളോടുമാണ് അതിനെപ്പറ്റി ആദ്യം പറയാൻ താൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഗ്രഹിക്കുവാൻ കുറെ പ്രയാസമായതുകൊണ്ട് അവരത് സ്വീകരിച്ചില്ല. അവരുടെ സൗഹൃദത്തിന് അതൊരു ഭംഗമായിരുന്നു. തൻ്റെ ദാനം തള്ളിക്കളഞ്ഞതിനെപ്പറ്റി ഈശോയുടെ ഹൃദയം നൊന്തു. അവിടുന്ന് ശിഷ്യന്മാരോടൊന്നിച്ച് കഫർനാം വിട്ട് ടയർ, സീദോൻ നഗരങ്ങളിലേക്ക് നീങ്ങി. ഇവിടെ കുറെ മാസങ്ങളോളം പുറംജാതിക്കാർക്ക് അവർ ആനന്ദവും ആശ്വാസവും പ്രദാനം ചെയ്തു. ഈശോയും കൂട്ടരും കഫർനാമിലേക്ക് മടങ്ങി. തൻ്റെ തത്വത്തിനെതിരായുള്ള ജനതയുടെ മനോഭാവത്തിൽ നിന്ന് സദൂച്യരും ഫരിസേയരും അതിനകം മുതലെടുത്തു കഴിഞ്ഞിരിക്കുകയാണെന്ന് ഈശോ മനസ്സിലാക്കി. വിശ്വസ്തരായി പിന്നെയും അവശേഷിച്ച കുറച്ചുപേർ തൻ്റെ അടുക്കൽ അടുത്തുകൂടുമ്പോഴൊക്കെ അവരെ ശല്യപ്പെടുത്താൻ കുറെ എതിരാളികളും എത്തും. ഔപചാരികമായ കൈകഴുകലുകൾ, സാബത്താചരണം തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി അവർ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങും. ഓരോ തവണയും നമ്മുടെ കർത്താവ് അവരുടെ തടസ്സവാദങ്ങൾക്ക് മറുപടി പറയാൻ മാത്രമല്ല, തൻ്റെ പുത്തൻ പഠനങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ആ അവസരം അവിടുന്ന് ഉപയോഗപ്പെടുത്തുകയുണ്ടായി. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, ഹൃദയത്തിലുള്ളതാണ് വായിൽ കൂടി പുറത്തു വരുന്നത്. മനുഷ്യനെ ചീത്തയാക്കുന്നത് ഇതാണ്: ചീത്ത വിചാരങ്ങൾ, കൊല, വ്യഭിചാരം, അധാർമികത്വം, കളവ്, കള്ളസാക്ഷി, ദൈവദൂഷണം. ഇവയെല്ലാം വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ഇവയാണ് ഒരു മനുഷ്യനെ ചീത്തയാക്കുന്നത്. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതിനാൽ ഒരു മനുഷ്യൻ ചീത്തയാകുന്നില്ല. ഉന്നയിച്ചതായ വാദങ്ങളിലെല്ലാം അവർ പരാജയപ്പെട്ടു. എന്നാലും തങ്ങളുടെ ശത്രുവിനെ പിടിച്ചടക്കാൻ തന്നെയാണ് നിയമജ്ഞരായ അവർ തീരുമാനിച്ചത്. അവർ പറഞ്ഞു, കഴിയുമെങ്കിൽ അങ്ങ് അവകാശപ്പെടുന്നതിന് ഞങ്ങൾക്ക് ശരിയായൊരു തെളിവ് തരൂ. അവരുടെ ഹൃദയങ്ങളിൽ തന്നോടുള്ള വെറുപ്പ് ഊറിക്കൂടുകയാണെന്ന് ഈശോ മനസ്സിലാക്കി. മനഃപൂർവ്വം അന്ധരായിരിക്കുന്നവരാണവർ. സന്മനസ്സുള്ളവരായിരുന്നു അവരെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ താൻ ചെയ്തു കഴിഞ്ഞിരുന്ന അത്ഭുത പ്രവർത്തനങ്ങളിൽ ഈശോയുടെ ദൈവികത്വത്തിൻ്റെ അടയാളങ്ങൾ വായിച്ചറിയാൻ അവർക്ക് കഴിയുമായിരുന്നു. ക്ഷമയോടെ കർത്താവ് അവർക്കൊരു മറുപടി അരുളി. നിങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള സന്ദേശങ്ങൾ വായിച്ചു ഗ്രഹിക്കാറുണ്ടല്ലോ. മഴ എപ്പോൾ വരും, അന്തരീക്ഷം എപ്പോൾ തെളിയും എന്ന് നിങ്ങൾക്കറിയാം. കാലത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് വായിക്കരുതോ? ഈശോ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു തീർത്തു. ഈ തലമുറ ഒരു അടയാളം ചോദിക്കുന്നത് എന്തുകൊണ്ട്? ദുഷ്ടത നിറഞ്ഞ അവിശ്വസ്തരുടെ ഒരു തലമുറയാണിത്. ഈ തലമുറയ്ക്ക് ഒരു അടയാളം, ജോനാസിൻ്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും കൊടുക്കപ്പെടുകയില്ല.